സമയത്ത് ദ്വാരക്കല്ലേ അല്ലേ? അല്ലാഹുമ്മ ലക സുംതു അതല്ലത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ദ്വാരക്കണം. മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനവറുകൾ ദ്വാരക്കും. ഇത്രയും പകൽ ഇത്രയും നേരം അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തന്നില്ലേ? നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് വലിയ ഒരു നിഅമത്താണ്. നോമ്പ് തുറക്കുന്ന മനുഷ്യൻ, പടച്ചോനെ ഞാൻ ഇത്രയും നേരം നിന്നെ വിചാരിച്ചുകൊണ്ട്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും എടുക്കാനോ ഉപയോഗിക്കാനോ എന്റെ കയ്യിനും ശരീരത്തിനും അവധില്ലാഞ്ഞിട്ടല്ല, പിന്നെ നിന്റെ ഒരു കൽപ്പന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടസ്സം ചെയ്തത്. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ്, ചെറിയൊരു അനുഗ്രഹം അല്ലല്ലോ നീ തന്നത്. ഒരു കാരക്ക നീരാക്കിയിട്ട് ഒരു കാരക്ക നീര് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന ദുആ, മഹാനവറുകൾ എന്നും ദ്വാരക്കുന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ എന്നതാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈ എല്ലാ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം മുൻനിർത്തി, നിന്റെ കാരുണ്യം മുൻനിർത്തി ചോദിക്കുന്നു, അൻ തഗ്ഫിറ ലീ നീ എനിക്ക് മാപ്പ് തരണം, നീ എനിക്ക് പുറത്തു തരണം. ഏറ്റവും ജീവിതത്തിലുള്ള ദുആ തന്നെ പൊറുക്കലിനെ തേടുക എന്നുള്ള ദുആണ് ഏറ്റവും വലിയ ദുആ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ അള്ളാഹു തആല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തും ജയിച്ചില്ലേ, എല്ലാ രംഗത്തും ജയിച്ചു. അപ്പൊ അതുകൊണ്ടാ മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ ഉസ്താദെ മറ്റുള്ള കയ്യിൽ പെട്ട് എല്ലാം പെട്ടു. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഖിബത്ത് നന്നായി, നല്ല മരണം കിട്ടി, ഈമാനോടെ പിരിയാൻ കഴിയും, ഈമാനോട് ഒരുമിച്ച് കൂടാൻ കഴിയും, സ്വർഗത്ത് പോകാൻ ഒക്കെ അതിൽ വന്നു. ഇനി ഒന്നും അതിൽ വരാത്തില്ല. അള്ളാഹു പുറത്തു തന്നു എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ജയിച്ചു, അയാൾ വിജയിച്ചു എന്നാണ്. മഗ്ഫിറത്ത് എന്ന ഉന്നതമായ പദവിയിലേക്കാൾ ഉയർത്തപ്പെട്ടു എന്നതിന്റെ അർത്ഥം. അതോടുകൂടെ ദുനിയാവും ആഖിറത്തും സലാമത്തായി. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.